ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ രാവിലെ പതിവ് പോലെ തന്നെ ഞാൻ രാവിലെ എണീറ്റു. മോനെ കുളിക്കാനുള്ള വെള്ളാട്ടോ വെച്ചിരിക്കുന്ന അടുപ്പത്ത്. എണീറ്റ പാടന്നെ വേഗം അവനെ കുളിക്കാനുള്ള വെള്ളം വയ്ക്കും. അവനാണ് നേരത്തെ പോകുന്നത്. അപ്പം പിന്നെ അവൻ്റെതാണ്ട് കഴിയട്ടെ വിചാരിക്കും. പിന്നെ അവനെ കുക്കറിൽ ഒരിത്തിരി അരിയിട്ടിട്ട് അവനെ ചോറ് വെച്ചിരിക്കുന്നു. പിന്നെ അവന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന പൊട്ടറ്റോ വറുത്തതാട്ടോ. അവൻ കറിയൊന്നും കൂട്ടൂല. അപ്പം പിന്നെ അങ്ങനെ എന്തെങ്കിലും പൊട്ടറ്റോ വറുത്തതും ഒരു കോഴിമുട്ട ഉണ്ടാക്കി കൊടുത്താൽ അത് മതിട്ടോ അവന്. അവന് മോൾക്ക് സ്കൂളില്ല കേട്ടോ. മഴ കാരണം അവൾക്ക് അവധിയാണ്. മോനുണ്ട് എന്ന് സ്കൂൾ. അപ്പോൾ പിന്നെ ഓനാണ്ട് പറഞ്ഞു വെച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നത്. ഒന്ന് രാവിലെ ചായക്ക് പുട്ടായിരുന്നു കേട്ടോ. പുട്ടിലേക്ക് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ പുട്ട് കുത്തുന്ന സമയത്ത് ആ പാത്രം നീങ്ങി പോകുന്നത്. അപ്പം അതാട്ടോ പുട്ടൊക്കെ ഒന്ന് കുത്തിയെടുക്കട്ടെ. പിന്നെ ഞാൻ പപ്പടം കാച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചായ അതിൻ്റെ ശേഷം പിന്നെ എൻ്റെ കുളി കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാനിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് അങ്ങനെ രാവിലത്തെ ആ ഒരു ചായപ്പണി കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ച് കണ്ട് അങ്ങോട്ട് ഇതാക്കും, ചായ കുടിക്കാനിരിക്കും. പിന്നെ അവരൊക്കെ എണീക്കണം 8 മണി. മോളും ചേട്ടനൊക്കെ എണീക്കുക 8 മണിയൊക്കെ ആവും. പിന്നെ ഞാൻ അവരൊക്കെ ചായയൊക്കെ എണീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയതിൻ്റെ ശേഷം മോളുണ്ടെന്ന് ഇവിടെ. ചേട്ടൻ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ കറിയൊക്കെ വെക്കാൻ നോക്കുന്നുണ്ടല്ലോ. കറി ഞാൻ ചേമ്പാട്ടോ വെക്കുന്നത്. അപ്പം ചേമ്പ് ഞാൻ ഇന്നിവിടെ തൈര്, എപ്പോഴും ഇവിടെ തൈരൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ തൈര് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുളി ഒഴിച്ചിട്ടാട്ടോ കറി വെക്കുന്നത്. നമ്മൾ സാധാരണ പുളി വെച്ചാലും നമ്മൾ മോരൊഴിച്ച് വെക്കുന്ന അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ പുളി ഒഴിച്ചാലും. ഞാനത് കുക്കറിലിട്ടിട്ട് കുറച്ച് ഒത്തിരി മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ വേഗം വെന്തിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് ഞാൻ ഒരു 2 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതട്ടോ ഞാൻ ചേമ്പൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്നു കേട്ടോ. കറി വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചിരുന്നു. പിന്നെ ഇതാ ഞാൻ വേവിച്ച് വെച്ച ചേമ്പ് ഞാൻ ആ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഞാൻ ആ തേങ്ങ അരയ്ക്കുന്നതിൽ പച്ചമുളക് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. വേറൊന്നും ഞാൻ ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി അങ്ങനെയൊന്നും ജീരകമൊന്നും കൂട്ടില്ല കേട്ടോ പുളി ഒഴിച്ച് വെക്കുമ്പോൾ. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഒരുപാടൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ മുറ്റത്തുള്ള ചെറിയൊരു മരത്തിൽ നിന്ന് കറിവേപ്പിൻ്റെ ഇല പറിക്കുന്നതാണ്. അപ്പോൾ ഉള്ളത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഇന്നിപ്പോൾ രാവിലെ ഒരു ചെറിയൊരു വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പം മുകളിലൊന്ന് പോയി അടിച്ച് വാരിയിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാരണം പണിയൊക്കെ കഴിയുമ്പോഴേക്കും മഴ പെയ്യുമെന്ന് അതും അറിയില്ല. അപ്പോൾ ഞാൻ കറിയിലേക്ക് വറവ് ഇടുന്നത് ഉലുവയും ചുവന്ന മുളകുമാണ് കേട്ടോ. അപ്പോൾ ചേമ്പൊക്കെ അധികം ആൾക്കാരും അങ്ങനെ പുളി ഒഴിച്ചിട്ടൊന്നും വയ്ക്കില്ല. അങ്ങനെ ഒന്ന് ദിവസം പുളി ഒഴിച്ച് വെച്ച് നോക്കണം കേട്ടോ അറിയാത്തവർ. അപ്പോൾ അതേ നമ്മൾ മോരൊഴിച്ച് വെക്കുന്ന അതേ ടേസ്റ്റില്ല കേട്ടോ. മോളവിടെ ലൈറ്റിൽ കളിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ വറവൊന്ന് ഇടട്ടെ. എൻ്റെ മോൾക്ക് ഇഷ്ടമാണ് കേട്ടോ ചേമ്പ് ഇങ്ങനെ കറി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചേമ്പ് ഇങ്ങനെ പുളി ഒഴിച്ച് കറി വയ്ക്കുക അല്ലെങ്കിൽ മോരൊഴിച്ച് കറി വയ്ക്കുക അങ്ങനത്തെ ഒക്കെ അവൾ കൂട്ടും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ അവിടെ ഒരു കയ്പ്പുണ്ടായിരുന്നു. ഇത് ഉപ്പേരി അങ്ങനെ വെച്ച് കൊടുത്താൽ കൂട്ടില്ല കേട്ടോ. ഉപ്പേരി വെച്ചാൽ ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ സാധാരണ നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കും. ഉപ്പും മുളകൊക്കെ ഒന്ന് തിരുമ്പിയിട്ടൊന്ന് വറുത്തെടുക്കും കേട്ടോ. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാനിതൊന്ന് ഇതാക്കി കറിയൊക്കെ വെച്ചാലും കൂട്ടില്ല. കയ്പ്പൊന്നും കറി വെച്ചാൽ ഇവിടെ ആരും കൂട്ടില്ല. അപ്പം പിന്നെ ഇങ്ങനെ വറുത്തെടുത്താൽ അങ്ങനെ വറുത്ത് കൊടുക്കുന്നത് മോളും കഴിച്ചോളും. അപ്പം പിന്നെ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ എരിവില്ലാത്ത മുളകും പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ പിന്നെ ഈ മുളകാണ് ഈ കാശ്മീരി ചില്ലി കേട്ടോ മേടിക്കുക. കാരണം ഇവിടെ ആർക്കും അങ്ങനെ കൂടുതൽ എരിവൊന്നും വേണ്ട. അപ്പം പിന്നെ അധികം കാശ്മീരി ചില്ലി തന്നെ ഇവിടെ മേടിക്കാറുള്ളൂ. സാധാ മുളക് അങ്ങനെ മേടിക്കാറില്ല. അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് തിരുമ്പിയെടുക്കട്ടെ. ഇന്ന് മോള് ഇവിടെ ഉള്ളതിനെ കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാൻ കഴിയില്ല. കാരണം അവളിങ്ങനെ കൂടെ ഇങ്ങനെ നമ്മൾ നടക്കും. ഇതെടുത്തിട്ടും ലൈറ്റുമ്മ കളിച്ചിട്ടും അങ്ങനെ ഒപ്പം നടക്കും കേട്ടോ. മറ്റേ ഒരു സ്കൂളിൽ പോകുമ്പോൾ പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് പണി ഇങ്ങനെ എടുക്കണം. അല്ലാണ്ട് അവരൊന്നും വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കൊരു പണിയെടുക്കും. നമ്മളെത്ര
എത്ര ഒതുക്കി വെച്ചാലും അവരത് വലിച്ചു വാരി ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ തൊട്ട് ഞാനിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നന്നായി ഒന്ന് വറുത്ത്, കാരണം ഇത് തണുത്ത് കഴിഞ്ഞൊന്ന് കുഴഞ്ഞ പോലെ ഉണ്ടാവും. നമ്മൾ വഴുതനയൊക്കെ വറുത്താൽ ഇങ്ങനെ, അപ്പോൾ ഇത് ചൂടോടെ തന്നെ കേട്ടോ കഴിക്കാൻ ടേസ്റ്റ്. അങ്ങനെ പിന്നെ ഞാൻ മുകളിലേക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ അവിടെ ഇതാ കുരുത്തക്കേടുണ്ട്. അവൾ ഞാൻ ഫോൺ വെച്ചൊക്കെ എടുത്ത് ഇന്ന വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ പേരപ്പറ്റൊന്ന് മുകളിൽ കെട്ടാത്ത കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ മുറ്റത്തേനെക്കാട്ടി ഇത് ഇലകളൊക്കെ വാർപ്പിൻ്റെ മുകളിലുണ്ട്. അവിടെ ഒരു പ്ലാവും മാവും തേക്കും മത്തി, അപ്പുറത്തെ വീട്ടിലത്തെ പ്ലാവും മുരിങ്ങേൻ്റെ ഇലയും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമോ അങ്ങനെയൊക്കെ അടിച്ച്, ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ അടിച്ച് വേരിയിട്ട്, ഞാൻ മഴ കാരണം ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് കയറാറില്ല. അപ്പം ഞാൻ അതിങ്ങനെ അടിച്ച് വരുമ്പോൾ അവളവിടുന്ന് കുത്തി അവളുണ്ടാകുമ്പോൾ ഞാൻ കയറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പേരപ്പറ്റൊന്നും കെട്ടാത്തതിനെ കൊണ്ട്. അപ്പോൾ ഓളെയും നോക്കണം, നമുക്ക് അടിച്ച് വരിക വെച്ചാൽ വഴുക്കും പിടിച്ചിട്ടുണ്ട് വാർപ്പിൻ്റെ മുകളിൽ. അപ്പോൾ അവളവിടുന്ന് കുരുത്തക്കേട് കാണിച്ചപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരു അടിയൊക്കെ കിട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ അടിച്ച് വാരുന്നതിനെക്കാട്ടി റിസ്ക്കാണ് അവരെ നോക്കുന്നതും. കാരണം നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് നമ്മൾ അങ്ങോട്ട് സൈഡിലേക്കൊന്നും പോവാണ്ട് അടിച്ച് വരും. ഇവരുണ്ടാകുമ്പോൾ ഉണ്ടല്ലോ, ഇവരെ മുകളിൽ കയറി അങ്ങനെ പരക്കം പാഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ, കാരണം മരങ്ങളൊന്നും വേണ്ടാന്ന് തോന്നിപ്പോവും. കാരണം അത്രയ്ക്ക് നമുക്ക് സ്ഥലമില്ല. മുറ്റത്തേനെക്കാട്ടി ഇലകൾ നമ്മൾ വാർപ്പിൻ്റെ മുകളിലാട്ടോ ഉണ്ടാവുക. ഉള്ളത് മുഴുവൻ മരത്തിൻ്റെ കൊമ്പുകൾ മുഴുവൻ വാർപ്പിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇതാ ഞാനിവിടെ അടിച്ചു വരികയാണ്ട് ഒന്ന് വാരിയിടണം. അവിടെ കൂട്ടി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂള് ഇല്ല ഉള്ള ദിവസം ഇനിയിപ്പോൾ അതിനൊക്കെ പറ്റുള്ളൂ. ഓളെയും കൊണ്ട് ഞാൻ താഴേക്ക് പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ നിന്ന് ഭയങ്കര കുരുത്തക്കേടുകൾ. ചിലപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇതൊക്കെ വാരിയിട്ട് ചെടിച്ചട്ടിയിൽ അങ്ങനെ പച്ചക്കറി ഉണ്ടാക്കിയാൽ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കേണ്ട കുറച്ചേ ഉള്ളൂ. ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു നേരം പോക്കായിട്ട് തുടങ്ങുന്നതാട്ടോ അതൊക്കെ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കാമല്ലോ എന്നുള്ളതിലിങ്ങനെ വെറുതെ, കാരണം ഇവിടെ അടുത്തൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും ജോലിക്ക് പോവും, അല്ലാത്തൊരു തൊഴിലുറപ്പിന് പോവും. അപ്പോൾ അടുത്തൊന്നും അങ്ങനെ വീടുകളിലൊന്നും ആരും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഞാൻ മോള് ചെറുതായതിനെ കൊണ്ട് പിന്നെ എനിക്ക് ജോലിക്കൊന്നും പോവാനും പറ്റില്ല. അപ്പോൾ അവളെ സ്കൂളിൽ കൊണ്ടാക്കാനും കൂട്ടി കൊണ്ടുവരാനും ഒക്കെ ഉള്ളതിനെ കൊണ്ടാട്ടോ നമുക്കൊന്നിനും പോകാൻ പറ്റാത്തത്. ഇപ്പോൾ അവരൊക്കെ ഒറ്റയ്ക്കായിട്ട് സ്കൂളിൽ പോയി വരാനൊക്കെ ആവണം. ഒരു 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കിട്ടിയാലേ നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ഒന്ന് പോവാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതാ മോള് എന്നിട്ട് ഫോൺ എടുത്തിട്ട് അവിടെ എടുക്കുക കേട്ടോ. വീഡിയോ ഞാൻ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടിച്ചൊക്കെ ഞാൻ ഇവിടെയൊക്കെ കൂട്ടി വെച്ച് പിന്നെ ഞാനിതാ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇതാട്ടോ ചോറിന് ഞാനോളും മാത്രമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.